കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന വിവിധ സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഏതാണ്ട് 52 എപ്പിസോഡുകളിലായി പരിശുദ്ധ കന്യകാമറിയം ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്ത് മെജുഗൊറി എന്ന വില്ലേജിൽ, ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ 43 വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങൾ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ ക്രൈസ്തവരായ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ പാലിച്ചു പോരുന്ന ഒരു പ്രത്യേക ഭക്തി അല്പം കൂടെ ആഴത്തിൽ ഏറ്റെടുക്കുവാനും ഇതിൻ്റെ ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം നൽകുന്ന ഈ അനുഗ്രഹം അനുഭവിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും ദൈവവചനം വായിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവവചനം മാതാപിതാക്കളും മക്കളും വായിക്കണം. ദൈവവചനത്തിൻ്റെ ശക്തി വലുതാണ്. ദൈവവചനം കുടുംബങ്ങളിൽ വായിക്കണം എന്ന് പരിശുദ്ധയമ്മ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവവചനം കുടുംബങ്ങളിൽ വായിക്കണമെന്ന് അമ്മ പറയുന്നതെന്ന് നാം മനസ്സിലാക്കുന്നത് ഉചിതമാണ്. ദൈവവചനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് സജീവമാണ്, ജീവനുള്ളതാണ്, ഊർജ്ജസ്വലമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വചനം വായിക്കുന്തോറും ഒരു ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം, ബൈബിൾ, മറ്റ് പുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമായിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ ഒരു ദൈവശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുലിഖിതം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് മറ്റൊരു പുസ്തകം വായിക്കുന്നവരോ കേൾക്കുന്നവരോ അത് എഴുതിയിരിക്കുന്ന പാലിക്കുന്നവരോ അനുഗ്രഹിക്കപ്പെടും എന്ന് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ദൈവവചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വെളിപാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അത് പാലിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് പറയുകയാണ്:
നിങ്ങൾ കുടുംബങ്ങളിൽ ദൈവവചനം വായിക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവവചനം വായിക്കുന്ന ഒരു പതിവുണ്ട്. സാധാരണമായി നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബത്തിൽ ആരെങ്കിലും ഒരു അധ്യായമോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫൊക്കെ വചനം വായിക്കാറുണ്ട്. തീർച്ചയായും അത് വളരെ വലിയ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഈ വചനഭാഗം നമ്മളിൽ സ്വാധീനം ചെലുത്താതെ പോകുന്നുണ്ട്. ഒന്നെങ്കിൽ നീണ്ട സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുപക്ഷെ അല്പം ഉറക്കത്തോടെയോ ഉറക്കച്ചൊവയോടെയോ മയക്കത്തോടെയോ ഒക്കെ ആയിരിക്കാം ചിലരുള്ളത്. ചിലപ്പോൾ വീട്ടിലെ ഇളയ കൊച്ചിനോട് വചനം വായിക്കാൻ പറയും. അവൻ തപ്പിയും തടഞ്ഞൊക്കെ അല്പം വചനം വായിക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും വചനം വായിക്കും. വചനം വായിക്കുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും ഒരുപോലെ ഏകാഗ്രതയോടെ ഇരുന്ന് ശ്രവിക്കണം എന്ന് നിർബന്ധമില്ല. പലപ്പോഴും ഈ വചന വായന അതൊരു ചടങ്ങായി മാറുന്ന ഒരു സാഹചര്യമാണ് മിക്ക കുടുംബങ്ങളിലും കാണാറ്. എന്നാൽ പല കുടുംബങ്ങളും വചനം അതിൻ്റെതായ ഗൗരവത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും അവരൊന്നിച്ചിരുന്ന് വചനത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ നൽകുകയും സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബങ്ങളുമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ പറയുകയാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകണം. മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് ദൈവവചനം വായിക്കണം. കാരണം ദൈവവചനം വായിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവവചനം ശ്രവിക്കുന്നവർ, അവർ കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. അത് പാലിക്കുന്നവർ ദൈവ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് ചെയ്യാറുണ്ട്. നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ഒന്നിച്ച് സംസാരിക്കാറുണ്ട്, പലതും നമ്മൾ ഒന്നിച്ച് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനം കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് വായിച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവാനുഗ്രഹം പടിപടിയായി ലഭിക്കുകയും ആ കുടുംബം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോവുകയും വളരുകയും ചെയ്യുമെന്ന് പരിശുദ്ധ അമ്മയുടെ മെജ്ജൂരിലെ സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ഓരോ കുടുംബങ്ങളും വചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. വീട്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും വചനം വായിക്കുന്നത്, നാം ശ്രദ്ധിക്കണം. നമ്മൾ ആ വചനം നമ്മളോട് എന്താണ് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ നമ്മൾ കേട്ടിരുന്ന് മനസ്സിലാക്കണം. ഇപ്രകാരമാണ് കുടുംബങ്ങളിൽ ദൈവവചനം നമ്മൾ ശ്രവിക്കേണ്ടത്. ദൈവവചനം വായിക്കുമ്പോൾ അല്പം ഒരു പാരഗ്രാഫ് വായിച്ച് നിർത്തരുത്. ഒരധ്യായമെങ്കിലും വചനം വായിക്കാൻ പരിശ്രമിക്കണം. ഉറക്കെ വായിക്കുക. ഒരധ്യായമെങ്കിലും വചനം വായിക്കണം. ഈ ഒരധ്യായം മറ്റുള്ളവർ വായിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് എന്താണ് ഇതിലൂടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ദാഹത്തോടെ വേണം വചനം ശ്രവിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുക, ദൈവവചനം വായിക്കുമ്പോൾ വിറയ്ക്കുന്നവനെയാണ്, അത് ശ്രവിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ വിറകൊള്ളുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ സാധാരണഗതിയിൽ മനുഷ്യരായ നമുക്ക് നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് സാധിക്കില്ല. കാരണം ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ ആ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 45-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുക, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ ഹൃദയങ്ങൾ തുറന്നുവെന്ന്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ ഹൃദയങ്ങൾ തുറന്നു. അപ്പോൾ നമ്മുടെ വചനം വായിക്കുന്ന സമയത്ത് നമ്മൾ ചിലരൊക്കെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻപ് വായിക്കും, ചിലർ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് വായിക്കും. എപ്പോഴാണോ വചനം വായിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ
ഈ വായിക്കുന്ന വചനം ഗ്രഹിക്കുവാൻ എൻ്റെ ഉള്ളു തുറക്കണമേ എന്ന്. വിശുദ്ധ ഗീതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവനവരുടെ ഹൃദയങ്ങൾ തുറന്നുവെന്ന് ലൂക്ക 24:45 രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവചനം നമ്മൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വചനം ശ്രവിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ തുറക്കണമേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ വായിക്കുന്ന വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി തരും. ഇപ്രകാരം വേണം കുടുംബങ്ങളിൽ വചനം വായിക്കുവാനും വചനത്തിന് വളരുവാനും വചനത്തിൻ്റെ ശക്തി ഓരോ കുടുംബാംഗങ്ങളും ഏറ്റെടുക്കുവാനും. വചനം വായിക്കുന്ന സമയത്ത് അമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാനും മറ്റാരെങ്കിലും മുറിയിലേക്ക് മറ്റു കാര്യങ്ങൾക്കും പോയി അശ്രദ്ധരാകരുത്. ഒരു കുടുംബം ഈ വചന വായന സമയത്ത് ഒരധ്യായം എങ്കിലും നിങ്ങൾ ഒന്നിച്ച് വായിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് അത് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബമായി വചനം വായിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുമ്പോൾ അമ്മ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് നമ്മളെല്ലാവരും വ്യക്തിപരമായി തിരുവചനം വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരായിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സങ്കീർത്തന പുസ്തകത്തിന്റെ 107 അധ്യായത്തിന്റെ 20 തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ദൈവവചനത്തിന്റെ ശക്തിയാണ്. ദൈവം തൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈ വചനം അത് സൗഖ്യപ്പെടുത്തുവാൻ ശക്തിയുള്ള വചനമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ, ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ ആ വചനം അതിൻ്റെ ശക്തി സൗഖ്യദായകമാണ്. വിനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തി ദൈവവചനത്തിനുണ്ട്. അത് വായിച്ച് അതിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് ഈ വചനത്തിന്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനം, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ദൈവവചനം വായിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. കാരണം അതൊരു കുടുംബത്തിലുള്ള പ്രാർത്ഥനയല്ല, വായന മാത്രമല്ല. നമ്മൾ വ്യക്തിപരമായി, അത് പ്രായം ചെന്നവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കൗമാരപ്രായത്തിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനം വായിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15 അധ്യായത്തിന്റെ 3 തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങൾ, നമ്മൾ തിരിച്ചറിയുകയാ, നമ്മൾ വായിക്കുന്ന ഓരോ വചനവും, വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾ വായിക്കുന്ന ഓരോ ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ കാതുകളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനം ശുദ്ധീകരിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ മെജ്ജുകരി സന്ദേശങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവവചനം നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, ചില വ്യക്തികൾക്ക്, ചില സഹോദരങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങളും മറ്റുള്ളവരൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ വരും. പ്രത്യേകിച്ചും അവർക്ക് ചില പാപബന്ധനങ്ങളിൽ നിന്ന്, കണ്ണുകളിലൂടെയൊക്കെ കടന്നു വന്ന ചില ബന്ധനങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ സാധിക്കാത്ത ചില അവസ്ഥയിലൂടെ, ദുശീലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: വചനം എടുത്ത് വായിക്കാൻ ആവശ്യപ്പെടുക, ദൈവവചനം വായിക്കുക. ദൈവവചനം വായിക്കുന്തോറും നമ്മുടെ കണ്ണുകൾ ശുദ്ധീകരിക്കപ്പെടും. കണ്ണിലൂടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിന്റെ 6 അധ്യായത്തിന്റെ 21, 22 വചനങ്ങളിലൊക്കെ നമ്മൾ കാണുക, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. നമ്മുടെ കണ്ണിനെ കുറ്റമറ്റതാക്കാൻ സാധിക്കുന്ന ശക്തമായ ആയുധമാണ്
ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം വചനം വായിക്കാമോ അത്രമാത്രം വചനം വായിക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സന്ദേശമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇപ്രകാരമുള്ള സോഷ്യൽ മീഡിയയ്ക്ക് അത് കാണാനും വീഡിയോസ് കാണുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കണ്ണിനെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ എത്രമാത്രം അനുവദിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുവാനും കൂടി ഇന്ന് ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കുക, ഞാനിങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ദിവസം കർത്താവ് എനിക്ക് നൽകിയൊരു പ്രേരണയാണ്. നീ ഒരു 5 അധ്യായം ബൈബിള് വായിച്ചിട്ടേ, ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടേ മൊബൈലിൽ നോക്കാവുള്ളൂ എന്നൊരു പ്രേരണ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി. രാവിലെ അതുകൊണ്ട് ഇപ്രകാരം ശക്തമായൊരു പ്രേരണ ദൈവം നൽകിയത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ പാടെങ്കിൽ ഒരു 5 അധ്യായം ബൈബിള് വായിക്കാൻ പരിശ്രമിക്കും. ഈ വചനം വായിക്കുന്നവർ എന്ത് സംഭവിക്കും? ഈ വചനം നമ്മളിലേക്ക് കടന്നു വരും, നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ദൈവജ്ഞാനത്താൽ വചനം നിറയ്ക്കും. പിന്നീട് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ലോകത്തിൻ്റെ പല വാർത്തകളും ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനം അടിസ്ഥാനമായി നമ്മൾ കിടക്കുന്നതിനാൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെ അത്രമാത്രം സ്വാധീനിക്കില്ല. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കാത്തതുകൊണ്ട് ലൗകിക കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ട് നമ്മളെ മുഴുവനും ലൗകിക കാര്യങ്ങൾ ഏറ്റെടുത്ത് അതായിരിക്കും പിന്നെ നമ്മളെ നയിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. വായിക്കുന്തോറും നമ്മൾ ശുദ്ധീകരിക്കും. ഒരു ആത്മീയ പിതാവ് പറഞ്ഞതെന്ന് ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായെന്നിരിക്കില്ല. പഴയ നിയമം പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ ഇത് ഒന്നും മനസ്സിലാകാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം. എങ്കിലും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ദൈവവചനം അത് ചെയ്യേണ്ട കാര്യം അത് ചെയ്യും. എന്നിട്ട് ആത്മീയവാദം പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ മണ്ണ് കോരുന്ന കൊട്ട കണ്ടിട്ടുണ്ടല്ലോ. ഇപ്രകാരമുള്ള സാധാരണ നമ്മൾ മണ്ണൊക്കെ കോരുന്ന കൊട്ട നമ്മളൊരു കിണറിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ആ കൊട്ടയ്ക്കുള്ളിലേക്ക് വെള്ളം കോരി ഒഴിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ആ കൊട്ടയിൽ വെള്ളം നിൽക്കില്ല. വെള്ളം ഇങ്ങനെ അത് ചോർന്ന് പൊക്കോണ്ടേയിരിക്കും. എത്രമാത്രം വെള്ളം ഒഴിച്ചാലും ആ കൊട്ടയിൽ വെള്ളം നിൽക്കില്ല, അത് ചോർന്നു പോകും. എന്നാൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്, ആ കൊട്ടയുടെ മുകളിൽ എത്രമാത്രം വെള്ളം ഒഴിക്കുന്നോ അത്രമാത്രം കൊട്ട ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. വെള്ളം നിൽക്കില്ലെങ്കിലും അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അത് വെള്ളത്തിൻ്റെ ദൗത്യം അത് ചെയ്യുകയാണ്. ഇത് ഇപ്രകാരം ഒരു ഉദാഹരണം ഒരു ആത്മീയ പിതാവ് പറഞ്ഞതെന്ന് ഓർക്കുക. നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മൾ ദാഹത്തോടെ ആഗ്രഹത്തോടെ അശ്രദ്ധയില്ലാതെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം എത്രമാത്രം വചനം വായിക്കാമോ അത്രമാത്രം വചനം വായിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരും ആവശ്യപ്പെടുക. ഇതൊരു ഗ്രൂപ്പിൽ വായിക്കുന്ന വചനമല്ല. ഇന്ന് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിൽ വചനം വായിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പലരും ഒന്നു ചേർന്ന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഓരോ ഗ്രൂപ്പും ഇടമുറിയാതെ ആളുകൾ കടന്നു വന്ന് വോളണ്ടിയർ ആയിട്ട് വന്ന് വചനം വായിച്ച് അതിൻ്റെ സന്ദേശങ്ങളൊക്കെ ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എപ്രകാരം നമുക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റാം എന്ന് ദൈവം നൽകിയ പ്രേരണ ഏറ്റെടുക്കുന്ന സഹോദരങ്ങളാണ്. ഇവരൊക്കെ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇപ്രകാരം സാധാരണ ജോലി ചെയ്യുന്ന കൃഷിക്കാരുണ്ട്, അടുക്കളപ്പണി ചെയ്യുന്ന അമ്മച്ചിമാരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചേർന്ന് വചനം വായിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും വചനം വായിക്കാനും വചനത്തിൽ വളരാനും ഒരു സന്മനസ്സുണ്ടെങ്കിൽ അത് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയ. അങ്ങനെ പരിശുദ്ധ അമ്മ പറയുന്നു, ദൈവവചനത്തെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവവചനം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ വിസ്മരിക്കരുത്. ദൈവവചനത്തിൽ നമ്മൾ വളരണമെങ്കിൽ, ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. ലോകത്തിൻ്റെ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നല്ലാതെ നമുക്ക് ദൈവീക കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമോ സ്വർഗീയ രഹസ്യങ്ങളോ
നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ദൈവവചനത്തിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. വിശുദ്ധ വിൻസെന്റ് ഫെററിനെ പോലെയുള്ള ചില വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ആഴ്ചകൾ ദൈവവചനം മാത്രം വായിച്ച വിശുദ്ധരാണ്. ഞാൻ അവർക്ക് വിശുദ്ധ വിൻസെന്റ് ഫെററൊക്കെ ഏതാണ്ട് 3 വർഷക്കാലം തുടർച്ചയായി വചനം വായിച്ച് ഇതിനുശേഷം വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത് പിന്നീട് വലിയ അത്ഭുത പ്രവർത്തകനായി മാറിയ വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ. നമ്മുടെ മഹാത്ഭുത പ്രവർത്തന ജൂൺ 13-ാം തീയതി നമ്മൾ തിരുനാൾ ആഘോഷിച്ച വിശുദ്ധ അന്തോണീസിന്റെ ആളുടെ ജീവിതം മുഴുവൻ വചന വായനയായിരുന്നു. വചനം വായിച്ച് നമ്മളൊക്കെ നമ്മുടെ കരങ്ങളിലുള്ള ഈ തിരുവചനം, നമ്മുടെ അലമാരിൽ വെച്ചിരിക്കുന്ന ഈ വചനം, ഇതാ വായിച്ചാണ് ഇവരൊക്കെ ആത്മാവിൽ ശക്തിപ്പെട്ടതും വലിയ അത്ഭുത പ്രവർത്തകരായി മാറിയതും. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹെബ്രായരുടെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, മജ്ജയിലും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും അത് തുളച്ചു കയറുന്നു. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിലൂടെ നിങ്ങൾ വചനം വായിക്കണം, കുടുംബമായി വചനം വായിക്കണം, വ്യക്തിപരമായി വചനം വായിക്കണം എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ദൈവശക്തി നമ്മളിൽ നിറയുന്ന സാഹചര്യമാണ്, അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ ഇന്നലെ ഇവിടെ അടുത്ത് 1-2 വീടുകളൊക്കെ സന്ദർശിക്കുവാൻ പോയപ്പോൾ ഒരു 6 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച്, അവൻ 6 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ ഇവൻ വചനം പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഒറ്റ നിൽപ്പിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു 10-15 വചനങ്ങൾ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വചനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വചനം ആ കുട്ടി പറഞ്ഞു. പിന്നീട് ഞാൻ അതിശയിച്ചു പോയൊരു കാര്യമുണ്ട്. ദൈവവചനത്തിന്റെ ബൈബിളിലെ 73 പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആ കുട്ടി ഒരു തെറ്റും കൂടാതെ പറഞ്ഞു കേൾപ്പിക്കുക. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടി സ്ഥാനം കൊടുക്കുവാൻ ഇന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടും, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ വചനം ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കണം. ദൈവവചനം അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞിടരുത് എന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. കാരണം ദൈവവചനത്തിന് നൽകേണ്ട പ്രാധാന്യം കുടുംബങ്ങൾ നൽകണം. നമ്മൾ ഇന്ന് പല കുടുംബങ്ങളിലും പോകുമ്പോൾ ദൈവവചനത്തിന്റെ സ്റ്റാൻഡൊക്കെ വെച്ച് കർത്താവിന്റെ രൂപങ്ങളൊക്കെ ഇരിക്കുന്ന അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ദൈവവചനം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പല കുടുംബങ്ങളിലും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില കുടുംബങ്ങളിലൊക്കെ അത്ര ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയൊക്കെ വചനം വെച്ചിട്ടുണ്ട്. പൊടി പിടിച്ചും ചുക്കരുവല പിടിച്ചും ഒക്കെ ഇരിക്കുന്ന വചനവും ചില കുടുംബങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവവചനം അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും മറ്റു പുസ്തകങ്ങൾ പോലെ അല്ല, ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന വിശുദ്ധമായ ബൈബിൾ വിശുദ്ധിയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്യണം, അത് പരികർമ്മം ചെയ്യണം, അതിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും ദൈവവചനത്തിന് നൽകണമെന്ന് പരിശുദ്ധ പറയുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന് ഒരു പ്രത്യേക സ്ഥലം നിങ്ങൾ നൽകണമെന്നാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനം എത്രമാത്രം വിലപ്പെട്ട ഒരു അമൂല്യ നിധിയാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. നമ്മൾ വായിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ വായിക്കുന്ന വചനം ജീവനുള്ളതാണ്. നമ്മൾ വായിക്കുന്ന വചനത്തിന് നമ്മളെ നിയന്ത്രിക്കുവാനും നമ്മളെ ശാസിക്കുവാനും നമ്മളെ തിരുത്തുവാനും നമ്മളെ പടുത്തുയർത്തുവാനും നമ്മളെ രക്ഷിക്കുവാനും കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മേശപ്പുറത്ത്, നമ്മുടെ അലമാരികളിൽ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഇത് അല്പം കൂടി വായിച്ച് ആ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം വായിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാനുള്ള ഒരു തുറവി, ഒരു ശക്തി, അനുഗ്രഹം നമുക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി വേണം ഓരോരുത്തരും വചനം വായിക്കുവാൻ എന്ന് പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനത്തിന്
അല്പം കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട്, ദൈവവചനത്തെ അല്പം കൂടി സ്നേഹിച്ചുകൊണ്ട്, ദൈവവചനം അല്പം കൂടെ വായിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം മെച്ചുകൊരിയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും ഇന്ന് വളരെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മ തന്നെ നമ്മോട് ഈ കാര്യം പറയുമ്പോൾ അമ്മയോട് തന്നെ നമുക്ക് അതിനുള്ള സഹായം തേടാം. അമ്മയുടെ പ്രത്യേകമായ സഹായം ദൈവവചനത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കും. മറ്റൊരു അവസാനമായി വചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എഫേസുസിന്റെ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുന്നു, ആത്മാവിൻ്റെ വാളാണ് ദൈവവചനമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനം ഗൗരവമായി എടുത്തിരിക്കുന്ന വ്യക്തികളെ, ദൈവവചനം വായിക്കുകയും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സാത്താൻ ഭയപ്പെടുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവിൻ്റെ വാളാണ് എന്ന് പറയുമ്പോൾ സാത്താനെതിരായി പോരാടുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരായുധമാണ് ദൈവവചനം. കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് സാത്താൻ അവിടുത്തെ പരീക്ഷിക്കാൻ വന്നപ്പോൾ കർത്താവ് അവനെ തകർത്ത് കളഞ്ഞത് ദൈവവചനം ഉപയോഗിച്ച വചനം പറഞ്ഞാണ് ദൈവം സാത്താനെ പരാജയപ്പെടുത്തിയതെങ്കിൽ ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ വചനം വായിച്ച് നമ്മളെ സ്പർശിക്കുന്ന വചനഭാഗങ്ങൾ മനഃപ്പാഠമാക്കി മാറ്റി നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ വചനം ഉരുവിട്ട് ദൈവവചനം, ആത്മാവിൻ്റെ വാളായ ദൈവവചനം എടുത്ത് യുദ്ധം ചെയ്യുന്ന മക്കളായി നമ്മൾ മാറണം. ഇനി അവസാനമായി മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 24-ാം തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന്. വിശുദ്ധ ലിഖിതം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുകയും ഇപ്രകാരം തെറ്റുപറ്റാത്ത വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് വചനം എത്രമാത്രം വായിച്ച് ആ ദൈവ ശക്തി നമ്മൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ ദൈവാനുഗ്രഹപ്രദമായി മാറുകയാണ്. വിശുദ്ധ ജെറോം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവവചനത്തോടുള്ള അജ്ഞത ക്രിസ്തുവിനോടുള്ള അജ്ഞതയാണ് എന്ന്. ദൈവവചനം നമ്മൾ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് വിശുദ്ധ ജെറോം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മെജ്ജുഗൊരിയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ വചനത്തെ ഗൗരവമായി എടുക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വചനം വായിക്കുവാനും വചനത്തിൽ വളരുവാനുമുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹം ദൈവകരങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.